സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക്. KGM-CTA സംഘടനയാണ് സമരം പ്രഖ്യാപിച്ചത്. ഈ മാസം 13 മുതലാണ് സമരം. ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നത് അടിയന്തര ചികിത്സയ്ക്ക് മാത്രമായിരിക്കും. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നു. വീണ, ഈ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ തന്നെ സ്ഥിതി വളരെ പരിതാപകരമാണ്. തിരുവനന്തപുരത്തെ ഒരു വാർത്ത നമ്മൾ രാവിലെ നൽകിയിരുന്നു. ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള 2 ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഒന്ന് 2 മാസമായി AC ഇല്ല എന്ന കാരണത്താൽ അടഞ്ഞു കിടക്കുകയാണ്. മറ്റു വാർത്തകളും വരുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ഹർഷിന ഇവിടേക്ക് വന്ന ആരോഗ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ സമരമിരിക്കാൻ പോകുന്നു. അങ്ങനെ അപ്പാടെ പ്രതിസന്ധിയിലായ ആരോഗ്യമേഖലയെ കൂടുതൽ കുഴപ്പത്തിലേക്ക് തള്ളിവിടുന്ന ഡോക്ടർമാർ, അവരുടെ ആവശ്യങ്ങൾ നമുക്ക് പരിഗണിക്കാതിരിക്കാനാവില്ലെങ്കിലും. തീർച്ചയായും കൃഷ്ണരാജ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കേരളത്തിൻ്റെ ആരോഗ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗം നമ്പർ 1 ആണെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വീമ്പ് പറച്ചിൽ നടത്തുന്നത്. എന്നാൽ തുടരെ നടക്കുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങളടക്കം അത് അല്ല എന്ന് തെളിയിക്കുന്നതാണ്. മാത്രമല്ല, സർക്കാർ ഡോക്ടർമാർക്ക് നൽകുന്ന പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ, ശമ്പള കുടിശ്ശിക, DA, അതുപോലെ തന്നെ പുതിയതായി ആരംഭിച്ച സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായിട്ടുള്ള അധ്യാപകരുടെ ശതമാനം തുല്യപ്പെടുത്തുക എന്നുള്ള ആവശ്യങ്ങൾ നിരന്തരമായി ഉന്നയിക്കുന്നു. ഈ ആവശ്യങ്ങൾ പരിഗണിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈ മുതലാണ് ഇത്തരത്തിൽ സമരങ്ങൾ ആരംഭിച്ചു തുടങ്ങിയത്. ഈ ഇടവിട്ടും അതുപോലെ തന്നെ ശക്തമായ സമരങ്ങളിലുമൊക്കെ ഈ ഡോക്ടർമാർ കടന്നു. തുടർന്ന് ഈ സമരം രോഗികളെ ബാധിക്കുകയും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന സാഹചര്യമുണ്ടായി. ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവർ സമരം തുടർന്നുവെങ്കിലും ആരോഗ്യ മേഖല, അതായത് അത്യാഹിത വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള സമരങ്ങളിലേക്ക് അവർ കടന്നിരുന്നു. തുടർന്ന് ഈ ഒരു വിഷയത്തിൽ ആരോഗ്യമന്ത്രി ഈ നവംബറിൽ ചർച്ച നടത്തുകയും ഡോക്ടർമാരുമായി ചർച്ച നടത്തുകയും ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഉറപ്പ് ഇതുവരെയും പാലിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ KGM-CTA തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 13 മുതൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ഡോക്ടർമാരിൽ നിന്നും സംഘടനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അധ്യാപനമടക്കം നിർത്തിവെച്ചുകൊണ്ട് അത്യാഹിത വിഭാഗത്തിലെ ചികിത്സ മുടക്കാതെ തന്നെ അവർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡോക്ടർമാരുടെ ആവശ്യത്തിനായാലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് വേണ്ട ചികിത്സ ലഭിക്കേണ്ട പലതരത്തിലുള്ള കാര്യങ്ങളിലടക്കം ആരോഗ്യമന്ത്രിയിൽ നിന്നും ഒപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിലെ അധികൃതരിൽ നിന്നും തുടർച്ചയായി വീഴ്ചകൾ ഉണ്ടാകുന്നു എന്ന വാർത്തകൾ വരുന്നതിനിടയിൽ തന്നെയാണ് ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിൽ ഡോക്ടർമാർക്ക് കിട്ടേണ്ട സേവനങ്ങളും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളും നൽകാതെ സർക്കാർ പിടിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. എന്തായാലും ജൂലൈ 13 മുതൽ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലെയും ഡോക്ടർമാർ സമരം നടത്തുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് KGM-CTA ഭാരവാഹികൾ അറിയിക്കുന്നത്. കൃഷ്ണരാജ്, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക് പോവുകയാണ്. ഈ മാസം 13 മുതലാണ് സമരം തുടങ്ങുക. വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.